300 കട്ട കോഴിക്കോട്ടേക്കുള്ള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടുള്ള എടുക്കണ്ടേ? 200 300 അത്ര എവിടെടാ വിനയൻ? ഓ, ഇത് നമ്മൾ കോൺട്രാക്ടർ ആണല്ലോ. എന്താ കാര്യം? നിങ്ങൾ സ്ഥിരമായി കോൺട്രാക്ടർ രഘുവേട്ടനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അതെനി വേണ്ട, ഇവിടെ കൊണ്ട് നിർത്തിക്കോളണം. എന്താ ഭീഷണിയാണോ? അതേടാ, അങ്ങനെ തന്നെ കരുതിക്കോ. നിന്റെ പൈസക്ക് തന്നെ ഞങ്ങൾ പാലം പണി കഴിപ്പിക്കും, നോക്കിക്കോ. പിന്നെ നിന്റെ വീടും സ്ഥലവും ബാങ്ക് ബാലൻസും എല്ലാം ഞങ്ങൾ ജപ്തി ചെയ്യിപ്പിക്കും. പിന്നെ നീ ഇന്നത്തോടെ തീരുമാനം. നീ ഞങ്ങളോടാണോ? നീ എന്താ കൊല്ലും നിന്നെ ഞാൻ. ഇന്ന് നിന്റെ അവസാനടാ, ഇന്ന് നിന്റെ അവസാനം. അയ്യോ, എടാ വിഷ്ണു, നീ ഒന്ന് ഓടി വാടാ. എന്നെ വിട്. അമ്മേ. എടാ പൊന്നു മോനെ, ഇടിക്കണോ? അയ്യോ മോനെ, അയ്യോ അയ്യോ, എന്റെ പൊന്നെ, എന്നോ ഇടിക്കട്ടെ മോനെ. പൊന്നു മോനെ, ഒന്നും ചെയ്യരുത് പ്ലീസ്, ഒന്നും ചെയ്യരുത്. അയ്യോ, കൊല്ലല്ലേ, ഇനി ഇയാള് വരില്ല. കൊല്ലരുത്, കൊല്ലരുത്, കൊല്ലരുത്. മാപ്പ്, മാപ്പ്. അയ്യോ, ഇല്ലടാ, ഞാൻ വിടില്ല. കൊല്ലണം, ഇല്ല, കൊല്ലണം, എല്ലാറ്റിനും വീടില്ല മോനെ, കൊല്ലും. വിടരുത്, ഒരൊറ്റ ഇവിടെ കാലുത്തിക്കരുത്. അമ്മയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞല്ലോ, എന്താ കാര്യം? അത് മോളെ, എനിക്കിപ്പോൾ അധികം പ്രായമൊന്നും ആയിട്ടില്ല. 16-ാം വയസ്സിലാണ് നിന്നെ ഞാൻ പ്രസവിച്ചത്. ഇപ്പോഴത്തെ ജീവിതത്തിൽ ശരിക്കൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അമ്മയ്ക്ക് ഞാനില്ലേ? അത് ശരിയാണ്, പക്ഷെ ഒരു സെക്കൻഡ് മാരേജ് ചെയ്താലോ എന്നൊരു ചിന്ത. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ ഇനി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? നാണക്കേട്. മോളെ, അതിനിടയിൽ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. വയസ്സാങ്കാലത്ത് കല്യാണം കഴിക്കാത്ത എൻ്റെ സൂക്കേട് നോക്കി. എന്നെ വിവാഹം കഴിക്കും, അങ്ങേരും റെഡിയാണ്. മോളുടെ സമ്മതം കൂടി കിട്ടിയാൽ. ഓ, അപ്പം കഥ അവിടെ വരെ എത്തിയില്ലേ? ആട്ടെ, ആരാ നിങ്ങളുടെ കാമുകൻ? അങ്ങേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നല്ല മനുഷ്യനാ, നിനക്ക് ഇഷ്ടപ്പെടും. ഒരു പരിചയപ്പെടുത്ത ഏതവനാണോ എന്തോ. നോക്കാം. ഹലോ വിനയ. ഹലോ ആതിര, എന്തൊക്കെയുണ്ട്? ഇതിപ്പോൾ എവിടെയാ നിൽക്കുന്നത്? ഒന്ന് പാർക്ക് വരെ വരുമോ? പാർക്കിലോ? ഞാനിപ്പോൾ വരാം. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ ആളെവിടെയുണ്ട്? ഒന്ന് ഇവിടെ വരെ വരുമോ? ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ അഞ്ജലി എങ്ങനെ ഇവിടെ എത്തി? മോളെ, ഇയാളായിരുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞ ആള്, പേര് വിനയൻ. മോളെ. അതെ, അച്ഛൻ്റെ പേര് ചന്ദ്രൻ. സ്വന്തമായി 2 സൂപ്പർ മാർക്കറ്റുമുണ്ട്.
അതൊക്കെ എങ്ങനെ നിനക്കറിയാം? അതെ, അത് മാത്രമല്ല, അതിനപ്പുറം അറിയാം എനിക്ക് ഇയാളെ കുറിച്ച്. കാരണം ഇതാണ് ഞാൻ ഡൈവേഴ്സ് ചെയ്ത എന്റെ ഭർത്താവ്. ആതിരെ, നീ അഞ്ജലി തമ്മിൽ എന്താ ബന്ധം? ഇതിന്റെ മകളാണ്. മുമ്പ് മകൾ LKG-യിലാണ് എന്നൊക്കെ ഞാൻ കളവ് പറഞ്ഞതാ. അഞ്ജലി, മുമ്പ് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു എന്നല്ലേ നീ എന്നോട് പറഞ്ഞ്? അന്ന് നീ കളവാ പറഞ്ഞേ? അത് പിന്നെ അമ്മയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ മരിച്ചതായി പറയണമെന്ന് അച്ഛനാ എന്നോട് പറഞ്ഞത്. അതാണ്. അമ്മയും കൊള്ളാം, മകളും കൊള്ളാം. എന്താ ചെയ്യാ? ഇതെന്തൊരു ചതിയാണ്. ഈശ്വര, ഞാൻ എന്തൊരു അബദ്ധമാണ് കാണിച്ചത്. ശരി, ഇപ്പൊ സത്യം മനസ്സിലായില്ലേ? ഇതോടെ ഈ ബന്ധം അവസാനിപ്പിച്ചേരെ. സ്വന്തം മകളുടെ ഭർത്താവിനെ തന്നെ. നിങ്ങൾ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചാൽ ഭർത്താവിനെ ഞാൻ അച്ഛാന്ന് വിളിക്കേണ്ടി വരും, ഭാര്യ ഇങ്ങനെ മകളെ എന്ന് വിളിക്കേണ്ടി വരും, മരുമകനെ നിങ്ങൾ ഭർത്താവേ എന്ന് വിളിക്കേണ്ടി വരും. ഉളുപ്പുണ്ടോ അതല്ലേ നിങ്ങൾക്ക്? ആതിരെ, നിങ്ങൾ ഈ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അഞ്ജലിയുടെ അമ്മയല്ലേ നിങ്ങൾ? എന്നിട്ടൊരു വാക്ക് എന്നോട് പറഞ്ഞോ? അതെ, അതാണ് സത്യം. എന്റെ മകൾ ഒരു LKG കുട്ടിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങളെ ഞാൻ എന്താ പറയണ്ടേ? ഇത് ചതിയല്ലേ? എന്തു ചെയ്യാം, പറ്റിപ്പോയി. അവൾ നിങ്ങളുടെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു എന്ന് കളവ് പറഞ്ഞതല്ലേ. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. സത്യമായിട്ട് നിങ്ങൾ എന്റെ മരുമകനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ സ്വന്തം മകളുടെ ഭർത്താവിന്റെ പേരോ ഫോട്ടോയോ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല? ഇല്ല, അവൾ അമ്മ മരിച്ചു എന്നാണ് നാട്ടുകാരോട് പറഞ്ഞത്. ആ മകളെ മാനസികമായി ഞാൻ ഒഴിവാക്കിയതാണ്. എല്ലാത്തിനും സോറി. വീനിൻ എന്നെ മറക്കണം. സോറി. ആ കോൺട്രാക്ടർക്കെതിരെയുള്ള കേസിൽ കോടതി വിധി നമുക്ക് അനുകൂലമായിട്ടോ? ഓ, വെരി ഗുഡ്. അവന്റെ പൈസക്ക് എന്നെ പാലമണി ചെയ്യിപ്പിക്കല്ലോ അല്ലേ? അവന്റെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടി പാലമണി ചെയ്യും. അതുകൊണ്ടും തീരുന്നില്ല, ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരനെ അവനെ ജീവപര്യന്ത തടവും കോടതി നൽകും. വെരി ഗുഡ്, സൂപ്പർ. ശരി നല്ലേ. വെൽക്കം. ഐ ആം സോറി, നമ്മൾ കേസ് തോറ്റു. ഞാൻ എന്ത് ചെയ്യാനാ? നീ വിഷമിക്കണ്ട. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ കൈവിടല്ലേ. എന്ത് ചെയ്യാ? പ്ലീസ്. ഞാൻ മാക്സിമം നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ വിനയന്റെ കേസാണ് നമുക്ക് പാരയായത്. നമ്മുടെ എല്ലാ ഡിഫൻസും ആ വിനയനും നാട്ടുകാരും തകർത്തു. ഇനി എന്ത് ചെയ്യും? പ്ലീസ് പറ. നിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കും, സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി ആ പണം കൊണ്ട് തകർന്ന പാലങ്ങളെല്ലാം പുതുതായി പണിയാനാണ് കോടതി വിധി. കഷ്ടം. കൂടെ നിന്നെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്യോ? വേണമെങ്കിൽ പെട്ടെന്ന് ദുബായിക്ക് മുങ്ങിക്കോ, അതിന് ഞാൻ നിന്നെ സഹായിക്കാം. എടാ എന്നെ കൈയൊഴിയലടാ, പ്ലീസ് 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 പ്ലീസ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ പോകുന്ന. പ്ലീസ്. അവിടെ നിൽക്ക്. ഞാനേ ഇന്നലെ രാത്രി വന്നിട്ട് മുട്ടിയിട്ട് അവള് തുറക്കണില്ല. എന്തെങ്കിലും നടക്കണ്ടേ? 2 ദിവസം മുമ്പേ ഞാൻ അവക്ക് കാശ് വെച്ച് നീട്ടിയിട്ട് അവള് വാങ്ങിയില്ല. എന്നെ മൈൻഡ് ചെയ്തില്ല. അതിനെ അവളെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഇംപ്രസ് ചെയ്യേണ്ടത്. തന്റെ ചത്തതിന് ശേഷം അവൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അഞ്ജലി, തുറക്കണേ വാതില്. എന്താ കാര്യം? അച്ഛൻ മരിച്ചതിന് ശേഷം അഞ്ജലി മോള് ഭയങ്കര വിഷമത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്കിളിന്റെ വിഷമം മാറ്റാൻ വന്നാ? മോളെ, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരും. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിത്തരും. പക്ഷേ പക്ഷേ
അത് മോളെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഉപ്പുണ്ടോ ഉമ്മർക്ക്? ഛേ, പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. നീ നിന്റെ അമ്മയെ പോയി വിളിക്കടാ അഡ്ജസ്റ്റ്മെന്റ്. ഇറങ്ങി പോടോ. ഡേ നീ അധിക അഹങ്കാരമൊന്നും കാണിക്കണ്ട. നാശങ്ങള്. ഛേ, വെറുതെ അല്ല നിന്റെ തന്ത നേരത്തെ ചത്തത്. മുതുക്കന്മാരുടെ സൂക്കേട് നോക്കിയേ. ഛേ, ഛേ, ശോ. നീ ഇനി അങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്കൊന്ന് കാണണം. ദേ ഞാൻ പോലീസിനെ വിളിക്കട്ടോ. എന്നാ നീ ഒന്ന് വിളിക്കടി പോലീസിനെ. ഞങ്ങളൊക്കെ നിന്റെ ഈ അയൽക്കാരാ. അതിന് ശേഷവും നീ ഇവിടെയൊക്കെ തന്നെ കാണില്ലോ. നിനക്ക് വേണ്ട ഞങ്ങൾ തരുവടി. നിനക്ക് വേണ്ട ഞാൻ പോലീസിനെ കൊണ്ട് ധരിപ്പിക്കടാ. നീയൊക്കെ ഇറന്ന് ഞങ്ങളടുത്തേക്ക് തന്നെ വരും. ഇറങ്ങി പോടോ നാശങ്ങൾ. എൻ്റെ അമ്മോ. പോട്രാ പോട്രാ സാറല്ലേ പോട്രാ.